الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقوله تعالى ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന മുഅ്മിനായി, അവന് സമർപ്പിതനായ മുസ്ലിമായി, അവന്റെ ദൂരപരിധികളെ സൂക്ഷിക്കുന്ന മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ തുറന്നുവെച്ച ഹൃദയത്തോടുകൂടി കാര്യങ്ങളെ കേട്ടുപഠിക്കുകയും പരിശ്രമിക്കുകയും തൗഫീഖിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏറെ ആദരിച്ച ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യനേക്കാളും ഉത്തമമായ സൃഷ്ടികളൊക്കെ ഉണ്ട്. മലക്കുകൾ അള്ളാഹുവിന്റെ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരോട് മനുഷ്യന്റെ മുമ്പിൽ ആദമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചത് മനുഷ്യൻ അള്ളാഹു നൽകിയ ആദരവിന്റെ അടയാളമാണ്. വലഖദ് കറമിന ബനി ആദം, ആദമിന്റെ മക്കളെ നാം കറാമത്ത് നൽകിയിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. ഈ ആദരവിലെ ഏറ്റവും വലിയ സൂചനയാണ് മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്ന അഖൽ, ബുദ്ധി, സവിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. എല്ലാ ജീവികൾക്കുമുള്ള ഒരു ബുദ്ധിയുടെ ഒരു കോമൺ പൊതുബോധം, ഒരു പൊതു അറിവ്, അതല്ല മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളെ ഒരുപോലെ നോക്കിക്കണ്ട് അതിലേത് വേണമെങ്കിലും തെരഞ്ഞെടുത്ത് അതിന്റെ പ്രത്യാഘാതങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അത് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ള സവിശേഷ ബുദ്ധി അൽ അഖൽ, ആ ബുദ്ധി നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മനുഷ്യൻ. ആ ബുദ്ധിയെ ഇസ്ലാം വളരെയേറെ ആദരിച്ചു എന്നതാണ്. മഖാരത്തുൽ അഖ്ലി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ബുദ്ധിയുടെ സ്ഥാനം വളരെ വലുതാണ്. മതം ആയാൽ പിന്നെ ചിന്തിക്കാൻ പാടില്ല, മതം അങ്ങനെ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ധാരണയെയാണ് ആദ്യം ഇസ്ലാം തിരുത്തിയത്. അവരുടെ മുമ്പിൽ തെളിവുകൾ ഉദ്ധരിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ന് ഖുർആൻ മനുഷ്യബുദ്ധിയുടെ മുമ്പിൽ പറഞ്ഞപ്പോ സമൂഹത്തിലെ പരമ്പരാഗത ശൈലിയിൽ മതത്തെ മനസ്സിലാക്കി പോരുന്ന ആളുകൾ എന്താ പറഞ്ഞത്? ഇല്ല, മാ വജദിന അലൈഹി ആബാഅന, ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ വാപ്പപ്പാപ്പന്മാർ, ഞങ്ങളുടെ അച്ഛനും വല്യച്ഛനും ഞങ്ങളുടെ ഗോത്രവും ഞങ്ങളുടെ നാടും പരമ്പരാഗതമായി പോരുന്ന കാര്യങ്ങൾ, അതിൽ ഞാൻ പ്രത്യേകം ചിന്തിക്കേണ്ട വിഷയമില്ല. അവിടെ ഇസ്ലാം മനുഷ്യനെ ഏറ്റവും നല്ല ഒരു മാർഗത്തിലേക്ക് നയിച്ചു. അങ്ങനെയല്ല, നിന്റെ പൂർവ്വപിതാക്കന്മാർ നേരായ വഴിയിൽ അല്ലെങ്കിലോ എന്നതാണ് ആ മറുപടിക്ക് തിരുമറുപടിയായി അള്ളാഹു തിരിച്ചു ചോദിച്ചത്. എന്തിനാണത്? മനുഷ്യനോട് ചിന്തിക്കാൻ പറഞ്ഞു.
ചിന്തിക്കുവാൻ പറയുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. രാപ്പകലുകളുടെ വ്യത്യാസത്തെ ചൂണ്ടിക്കൊണ്ട് പിന്നെ ആകാശത്തിന്റെ വിശാലതയും ഭൂമിയുടെ പരപ്പും ആ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും അതേപോലെ തന്നെ സഞ്ചരിക്കുന്ന കാർമേഘങ്ങളും ആ കാർമേഘങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മഴയും ആ മഴ നിമിത്തം ഭൂമിയിൽ ഉണങ്ങി വരണ്ടു നിൽക്കുന്ന ഭൂമി അതിന്റെ മണ്ണിനെ മാറ്റി സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നതുമൊക്കെ മനുഷ്യന്റെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ട് മനുഷ്യനോട് ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തിനാണത്? മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കി അവന്റെ സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ തിരിച്ചറിയുകയും അവന്റെ അസ്തിത്വത്തെ തിരിച്ചറിയുകയും ആ അസ്തിത്വത്തിന്റെ പിന്നിൽ ഇവിടെ വരാനുണ്ടായതിന്റെ പിന്നിലെ കാരണങ്ങളിൽ അവൻ എത്തിപ്പെടുകയും ചെയ്യുക എന്നതാണ്. പ്രപഞ്ചത്തിൽ മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹു 2 പ്രമാണങ്ങളാണ് തുറന്നു വെച്ചു കൊടുത്തത് പഠിക്കാൻ. ഏതാണ് 2 പ്രമാണം? ഒന്ന് വഹ്യുല്ലാഹ്, കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിറങ്ങിയ ദൈവിക ഗ്രന്ഥം. രണ്ടാമത്തേത് പ്രപഞ്ചമാകുന്ന ഗ്രന്ഥം. പ്രപഞ്ചമാകുന്ന ഗ്രന്ഥങ്ങളെ പഠിച്ച് കണ്ണുകൊണ്ട് നോക്കി അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു അൻ-നജ്ദൈൻ. നിനക്ക് 2 കണ്ണുകളെ തന്നിട്ടില്ല ഞാൻ, നിനക്ക് 2 ചുണ്ടുകളും ഒരു നാവും തന്നിട്ടില്ല ഞാൻ. എവിടെ നിന്ന് നോക്കിയാലും അവ ഉപയോഗിച്ച് എവിടെ നിന്ന് നോക്കിയാലും നിനക്ക് വഴി കാണാവുന്ന വിധത്തിൽ സത്യത്തിന്റെയും അസത്യത്തിന്റെയും 2 ഉയർന്നു നിൽക്കുന്ന വഴികളും നിന്റെ മുമ്പിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് തെരഞ്ഞെടുക്കുവാൻ മനുഷ്യനോട് അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എങ്കിലും ബുദ്ധിയുണ്ടായിട്ടും അള്ളാഹുവിന്റെയും അവന്റെ മതത്തെയും മനസ്സിലാക്കാത്തവരോട് നരകം കൊണ്ട് അള്ളാഹു താക്കീത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടോ ബുദ്ധിയുണ്ടായിട്ടും അവ ഉപയോഗിച്ച് അള്ളാഹുവിനെയും അവന്റെ മതത്തിനെയും തിരിച്ചറിയാത്തവരോട് നരകത്തെ കുറിച്ചാണ് അള്ളാഹു താക്കീത് നൽകിയത്. അള്ളാഹു ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹ് നരകത്തിനു വേണ്ടി ഒരുപാട് മനുഷ്യന്മാരെയും ജിന്നുകളെയും ഒക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു പ്രയോഗമാണ്. എന്താ അവരുടെ കാരണം? അവർ നരകത്തിന് പോകാനുള്ള കാരണമുണ്ട്. അതാണെന്ന് പറയുന്നത്. എന്താണത്? അല്ലാഹ് പറയാണ്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, ഒരിക്കലും ആ ഹൃദയങ്ങൾ കൊണ്ടവർ ചിന്തിച്ചു മനസ്സിലാക്കുകയില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവർ കാണുകയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളുണ്ട്, പക്ഷെ അവർ കേൾക്കുകയില്ല. എന്തിനെ കേൾക്കൂല? എന്തിനെ കാണൂല? എന്തിനെ ചിന്തിക്കൂല? ഹക്കിനെ കുറിച്ച് ചിന്തിക്കൂല. സത്യം, ദ ഫാക്ട്. ഭൂമിയിൽ മനുഷ്യൻ അവന്റെ കണ്ണിന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യം എന്താണത്? ഈ ഭീമാകാരമായ പ്രപഞ്ചം, മനുഷ്യൻ എന്ന ജീവിതം, ജനനം മരണം, രാപ്പകലുകളുടെ മാറ്റം, അവന്റെ മുകളിൽ പർവ്വത സമാനമായി നിൽക്കുന്ന കാർമേഘങ്ങൾ, ഒരാളും താങ്ങിപ്പിടിച്ചു നിൽക്കാതെ നിൽക്കുന്ന കാർമേഘങ്ങൾ, അവയുടെ സഞ്ചാരം, അതിന്റെ പിന്നിലൊക്കെ എന്താ? ഈ മരണം തന്നെ എന്താ? ഏജിങ്. എന്താ ഏജിങ്? പ്രായമാവുക എന്ന യാഥാർത്ഥ്യം എന്താ? ഒരു മനുഷ്യനും പിന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. എല്ലാവരും ആ കൗമാരത്തിൽ നിന്ന് പിന്നെ ദൗർബല്യത്തിൽ നിന്ന് ശക്തിയിലേക്കും ശക്തിയിൽ നിന്ന് ദൗർബല്യത്തിലേക്കും അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാൾക്കും മാറി നടക്കാൻ കഴിയാത്ത വിധം. അങ്ങനെ ചിന്തിക്കാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ചിന്തിക്കാത്തവരെ കൊണ്ട് അള്ളാഹു പറയാണ്, ഉലൈക കൽഅൻആം. കണ്ണും കാതും ഹൃദയവും ഉപയോഗിക്കാത്തവർ ഉലൈക കൽഅൻആം, അവർ കാലികളെ പോലെയാണ്. മാത്രല്ല അതിനേക്കാൾ വഴികെട്ടവരാണ് കാലികൾ. ചില നേരത്ത് അവരുടെ കോമൺ സെൻസ് കൊണ്ടെങ്കിലും അവർ ചില വഴി, അവരുടെ രക്ഷയുടെ മാർഗം തിരഞ്ഞെടുക്കും. ചിലപ്പോൾ മനുഷ്യൻ അതുപോലും ചെയ്യൂല. സുസൈഡ് ചെയ്യുന്ന ഒരു കഥ ആലോചിച്ച് നോക്കി. ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യനല്ലാത്ത ഒരാൾ ലോകത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ബൽഹും അവൽ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ ആരാണ്? അവർ വളരെയേറെ അശ്രദ്ധരാണ്. അതുകൊണ്ടാണ് അവർ നരകത്തിലേക്ക് പോകുന്നത്. ശ്രദ്ധ കൊടുക്കാത്തവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.
മാത്രവുമല്ല ഇസ്ലാം അഖലിനെ ബഹുമാനിച്ചതിന്റെ തെളിവുകൾ എന്താണെന്നറിയോ? ഒരു മനുഷ്യന് മതനിയമങ്ങൾ ആകണമെങ്കിൽ പോലും അവന് അഖല് അള്ളാഹു ഷർത്താക്കി വെച്ചു. അഖല് ബുദ്ധിയെ നിബന്ധനയാക്കി ഇല്ലാത്തവന് മതപരമായ യാതൊരു ബാധ്യതകളുമില്ല, ഒരു തക്കാലീഫില്ല. നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫി അൽ ഖലമു അൻ സലാസത്തിൻ, 3 ആളുകളുടെ വിഷയത്തിൽ പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ആരാണത്? അനിൻ നായിമി ഹത്താ യസ്തയഖിൽ വഅനിസ് സബിയ്യി ഹത്താ യഹ്തലിം വഅനിൽ മജ്നൂനി ഹത്താ യഅഖിൽ. ജുനൂൻ ബാധിച്ച മെന്റലി ഡാമേജ് ആയ ഒരു മനുഷ്യൻ, അവൻ അത് ഫിക്സ് ചെയ്ത് നേരെയാകുന്നത് വരെ അള്ളാഹു അവന് ഒരു പാപവും രേഖപ്പെടുത്തുകയില്ല, ഒരു വീഴ്ചയും രേഖപ്പെടുത്തുകയില്ല. സുബ്ഹാനല്ലാഹ്, അർ റഹ്മാനുർ റഹീം. അതാണ് അഖിൽ. അതേപോലെ തന്നെ അഖിലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അഖിലിന് പരിക്കേൽക്കുന്ന എല്ലാ സംഗതികളെയും ഇസ്ലാം നിഷിദ്ധമാക്കി. എന്തിനാ ഇസ്ലാം ആൽക്കഹോൾ, മദ്യം നിരോധിച്ചത്, ലഹരി നിരോധിച്ചത്? എന്തിനാ? ആ ലഹരി മനുഷ്യനാക്കുന്ന ബുദ്ധിയെ മറച്ചു കളയും എന്നതുകൊണ്ടാണ്. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലു മുഖമ്മിരിൻ ഖംർ വകുല്ലു മുസ്കിരിൻ ഹറാമൻ ഫമൻ ശരിബ മുസ്കിറൻ ബുഖിസത് സലാത്തുഹു 40 സബാഹൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യനെ ഡ്രങ്കാക്കുന്ന, ലഹരിയിലാക്കി കളയുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും എന്താണ്? അത് ഹറാമാണ്. ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ 40 ദിവസത്തെ 40 പ്രഭാതത്തിലെ നമസ്കാരം അവൻ അള്ളാഹു സ്വീകരിക്കുകയില്ല, അത് പാഴായി പോകും എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടു നിൽക്കണം. മദ്യത്തിൽ നിന്ന്, ലോട്ടറിയിൽ നിന്ന്, അതേപോലെ തന്നെ പിന്നെ ഭാഗ്യപരീക്ഷണം നടത്തുന്നത്. കാരണം എന്താണ്? ഇതൊക്കെയും പൈശാചികമാണ്, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞു. എന്തിനാണത്? തക്രീമൻ ലി അഖ്ലി മുഹാഫളതൻ അലാ അഖ്ലി, അവന്റെ അഖ്ല് പരിക്കേൽക്കാതെ സൂക്ഷിക്കാനാണ്. സഹോദരന്മാരെ, അങ്ങനെ കൈകൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് പണിയെടുക്കുന്നത് പോലെ, കണ്ണിന് ആരോഗ്യമുള്ളത് കൊണ്ട് കാണുന്നത് പോലെ, കാതിന് ആരോഗ്യമുള്ളത് കൊണ്ട് കേൾക്കുന്നത് പോലെ, ഹൃദയത്തിന് ആരോഗ്യമുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മളുടെ ബാധ്യത, അഖ്ലിന് ബാധ്യത ഉണ്ടെങ്കിൽ ആ നമ്മെ കുറിച്ച്, നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച്, മനുഷ്യരുടെ വരവും പോക്കിനെയും കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അള്ളാഹ് പറയുന്നത് എന്താണ്? പിന്നെ ലുബ് അഥവാ മൂളയുള്ള ബുദ്ധിയുള്ളവരല്ലാതെ ആരാണ് ചിന്തിക്കുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി ജീവിതത്തിന്റെ സത്യാസത്യങ്ങളെ വേർതിരിച്ച് സത്യത്തിന്റെ വഴിയായി അള്ളാഹു കാണിച്ചു തന്ന മാർഗത്തെ, അതിന്റെ വസ്തുതകളിൽ നിന്നുകൊണ്ട് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ, നമ്മുടെ ഈ ജീവിതത്തെ നമ്മൾ പാകപ്പെടുത്തുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഖ്ലിനെ നൽകിയത്. ആ നിഅമത്തിനെ അങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ടത്. ഓരോ നിഅമത്തിനും നന്ദി ചെയ്യേണ്ട രീതി എന്താണ്? ആ നിഅമത്തിനെ ഇതിൻ്റെതായ വഴിയിൽ ഉപയോഗിക്കുക എന്നതാണ്. അതുകൊണ്ട് അഖ്ലിനെ സുരക്ഷിതമായി കൊണ്ടു നടക്കുകയും അഖ്ലിന്റെ വർക്ക് അതുകൊണ്ട്, ബുദ്ധിയുടെ വർക്ക് അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ബുദ്ധിയുടെ സ്ഥാനം, അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നിടത്ത്
നാം ചേർത്ത് വെക്കേണ്ട ഒരു അറിവാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ. അഖിൽ, സെൻസ് എന്ന് പറയുന്നത് അത് എല്ലാം അല്ല, അതൊരു അൺലിമിറ്റഡ് അല്ല, അതിന് പരിമിതികളുണ്ട്. മനുഷ്യന്റെ ബുദ്ധിക്ക് എല്ലാം ബുദ്ധി അനുസരിച്ച് ബോധ്യപ്പെട്ടത്, ബുദ്ധി അനുസരിച്ച് എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സ്വീകരിക്കുക എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രമാണങ്ങളെ സ്വീകരിക്കുന്നിടത്ത് ബുദ്ധിയുടെ പരിമിതികളെ ഉൾക്കൊള്ളുക എന്നതാണ്. കാരണം എന്താ? പ്രമാണങ്ങളിൽ എത്താനാണ് ബുദ്ധി. അള്ളാഹുവും അവന്റെ കിതാബും അവന്റെ പ്രവാചകനും ഹക്കാണ് എന്ന് മനസ്സിലാക്കുന്ന വഴിയിലെത്താനാണ് ബുദ്ധി. അങ്ങനെ മനസ്സിലാക്കി അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ യഖീൻ ഉണ്ടാകുന്നിടത്ത് നിന്നാണ് ഷഹാദത്ത് ഉണ്ടാകുന്നത്. യഖീൻ ഹൃദയത്തിലാണ്. അതാണ് ഞാൻ ഈമാൻ ആമൻതു ബില്ലാഹ് സുമ്മസ്തഖിം എന്ന് പറയുന്നത്. ആമൻതു ബില്ലാഹ് എന്ന് പറയുന്നത് എവിടെയാണ്? ഈമാൻ എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ചിന്തയും ബോധ്യങ്ങളും വർദ്ധിക്കുമ്പോഴാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് സമർപ്പണം, സബ്മിഷൻ, ഇസ്ലാം. അതുകൊണ്ടാണ് ഈമാനിൽ നിന്നാണ് ഇസ്ലാമിലെത്തുന്നത്. ആരും ഇസ്ലാമായിട്ട് ഈമാനിലെത്തലില്ല, അത് അപൂർവമാണ്. ഉണ്ട്, അവരെ പോലും മുഅ്മിനീങ്ങൾ എന്ന് വിളിക്കരുതെന്നാ ഖുർആൻ പറഞ്ഞത്. ഒരു കൗമ്, ബദുക്കളായ ആളുകൾ, ഗ്രാമീണരായ ആളുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളും ആമന്ന വിശ്വസിച്ചിരിക്കുന്നു. ഖുർആൻ അവരോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയേണ്ട. ആൾക്കൂട്ടത്തിൽ എന്താ പറയുക, നാടോടുമ്പോ നടുക്കോടുന്ന വിഭാഗം അവരോട് പറഞ്ഞു നിങ്ങൾ ഖൂലു അസ്ലംന, ഞങ്ങള് മുസ്ലിമായിക്ക് ഇത് പറഞ്ഞോളി, പക്ഷെ ആമന്ന എന്ന് പറയണ്ട. ആമൻ ഈമാൻ ഉള്ളിലെത്തേണ്ടതാണ്, ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോ അങ്ങനെയുള്ളതിൽ ബുദ്ധിയുടെ പരിമിതികളെ, എല്ലാ കാര്യങ്ങളും ബുദ്ധിക്ക് പിന്നെ ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്രമാണങ്ങളെ മനസ്സിലാക്കുമ്പോൾ അത് ബുദ്ധിയുടെ ഉള്ളിൽ നിൽക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. പ്രമാണങ്ങളിൽ എത്താനാണ് ബുദ്ധി. കാരണം എന്താ? പ്രമാണങ്ങളിൽ മനുഷ്യന്റെ കേവല ബുദ്ധിക്ക് അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അള്ളാഹു ബുദ്ധിക്ക് പരിമിതികൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ മനുഷ്യന് വഹി വേണ്ടി വന്നത്. നിങ്ങൾ നോക്കണം, മനുഷ്യേതര ജീവികൾക്ക് മുഴുവനും അവരുടെ DNA-യിൽ അവർക്കാവശ്യമായതെല്ലാം ഒരു വിദ്യാലയത്തിൽ നിന്നും പുറത്തു നിന്ന് അറിവ് സ്വീകരിക്കാതെ, പരിശീലനം ആവശ്യമില്ലാതെ അവരുടെ ജീവിതത്തിന്റെ അലിഫ് തൊട്ട് യാ വരെ എല്ലാം ഇത് മനുഷ്യേതര ജീവികൾക്ക് അറിയാം. എന്നാൽ മനുഷ്യനോ ഹുവല്ലദീ അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ, ഒന്നും അറിയാത്ത വിധത്തിൽ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവൻ അത്രയല്ല. എന്നിട്ട് അവൻ നിങ്ങൾക്ക് ടൂൾസ് ഓഫ് ലേണിംഗ്, എന്താണത്? നിങ്ങളുടെ കണ്ണും ഹൃദയവും ചെവിയും കാതും നിങ്ങൾക്ക് നൽകി. എന്തിന്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. പക്ഷേ മനുഷ്യൻ ഏതൊന്നിലും അവന് പരിമിതികൾ ഉള്ളതുപോലെ ബുദ്ധിക്കും പരിമിതി ഉണ്ട്. അല്ലാഹു പറഞ്ഞു ഖുലിഖൽ ഇൻസാൻ വഈഫ. എപ്പോഴാ അല്ലാഹു പറഞ്ഞത്? അത് എല്ലാ കാര്യവും അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കൊണ്ടാ പറഞ്ഞത്. ഉദാഹരണത്തിന് ജീവൻ, നമ്മളൊക്കെ പറയുന്ന വിലപ്പെട്ട ദിവസം ഉപയോഗിക്കുന്ന ഒരു വേർഡാ ജീവൻ. ആ ജീവൻ എന്താ? പ്രവാചകന്റെ അടുത്ത് വന്ന് ജൂതന്മാരുടെ ഒരു ട്രിക്കിന്റെ ഭാഗമായി അവർ മുസ്ലിമീങ്ങളെ കൊണ്ട് നബിയുടെ ഹഖീഖത്ത്, പ്രവാചകത്വത്തിന്റെ യാഥാർത്ഥ്യത്തെ പരിശോധിക്കാൻ മുസ്ലിമീങ്ങളെ കൊണ്ട് അവർ ചോദിപ്പിച്ചു റസൂലിനോട്. എന്ത്? റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ യാഥാർത്ഥ്യം? കള്ളപ്രവാചകനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കും, യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ പറയില്ലെന്ന് അവർക്കറിയാം. പ്രവാചകനോട് അവർ വന്ന് ചോദിച്ചു. പ്രവാചകൻ ആദ്യമായി കേൾക്കുന്ന ചോദ്യം അവരോട് പറഞ്ഞു വെയിറ്റ് ചെയ്യ്, ഇപ്പൊ അറിയില്ല. പിന്നീട് പ്രവാചകന് വഹിയർഗണ്, യസ്അലൂനക അനി റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അവർ നിന്നോട് റൂഹിനെ, ജീവനെ കുറിച്ച് ചോദിക്കുന്നു, നീ പറയുക അത് നിന്റെ റബ്ബിന്റെ സ്വകാര്യതകളിൽ പെട്ടതാണ്, അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നിട്ടില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, നിങ്ങൾക്ക് എല്ലാ അറിവും തന്നിട്ടില്ല, ചില അറിവല്ല പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നൽകാത്ത അറിവിൽപ്പെട്ടതാണ്, കുറച്ച് തന്നിയുള്ളൂ. എന്നിട്ട് എന്താ കാരണം? ഖുലിഖൽ ഇൻസാനു ലഈഫ, അല്ലാഹു മനുഷ്യനെ ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്താണ് അതിന് മനസ്സിലാക്കേണ്ടത്? അവിടെയാണ് അതിൽ മനുഷ്യൻ വിയച്ചു പോവാതിരിക്കാനാണ് മനുഷ്യന് നഖ്ൽ അഥവാ പ്രമാണങ്ങൾ നൽകിയത്. അതുകൊണ്ട് തഖ്ദീം അൻ-നഖ്ൽ അലൽ അഖ്ൽ, എപ്പോഴും നഖ്ലിനെ അഥവാ പ്രമാണത്തെ ബുദ്ധിയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെയാണ് മുന്തിക്കേണ്ടത്. ഒരു സ്ഥലത്ത് ബുദ്ധിപരമായ ചിന്തയും പ്രാമാണികമായ ചിന്തയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുകയാണെങ്കിൽ മുഅ്മിനായ ഒരു മനുഷ്യൻ അവിടെ ഏതിനെയാണ് സെലക്ട് ചെയ്യുക? പ്രമാണത്തെയാണ്. കാരണം എന്താ?
അത് അള്ളാഹു തെറ്റുപറ്റാത്ത അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, ലത്തീഫും ഖബീറുമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. ഞാൻ ആരാ? ഞാൻ ലഈഫായ അള്ളാഹുവിന്റെ അടിമ. ആ തീരുമാനത്തിലെത്തണം. അങ്ങനെയാണ് ഖുർആനിലെയും സഹീഹായ ഹദീസുകളെയും ഒക്കെ സ്വീകരിക്കുന്നതിലും നിരാകരിക്കുന്നതിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അവിടെയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥ മുഅ്മിനെ കുറിച്ച് അള്ളാഹു പറയുന്നവരുടെ നിലപാട് എന്താണ്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിറതു ഫി അംറിഹിം. അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം വിധിച്ചാൽ അവരുടെ സ്വന്തം വിഷയത്തിൽ അവർക്ക് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയില്ല. അതാണ് മുഅ്മിൻ. ആ ഈമാനിലേക്ക് വരാൻ ബുദ്ധി നമ്മളെ സഹായിക്കുകയാണ് വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل هذا البلد بلدا امنا وسائر بلاد المسلمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين. اقم الصلاه.